നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ഫ്രാൻസിനോട് 2-1 പരാജയപ്പെടുമ്പോൾ ശരിക്കും നെയ്മർ മിസ് ചെയ്തോ? ഗിലറ്റ് സ്റ്റേഡിയത്തിലെ ആരാധകർക്ക് നെയ്മർ മിസ് ചെയ്തിരുന്നു. അവർ ഉറക്കെ പാടി ഉറക്കെ ചാൻഡ് ചെയ്ത് ഓലേ 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 നെയ്മർ എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റേറ്റേഴ്സ് അത് എടുത്തു പറഞ്ഞു. ആ ഭാഗം നമ്മൾ നോക്കുക. Torcida puxa, olê, olê, olé, Neymar, Neymar. അതാണ് സ്റ്റേഡിയത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. ഓലേ ഓലേ ഓല നൈമ നൈമ എന്ന ആരാധകർ ആർപ്പ് വിളിക്കുകയാണ്. 2-0 ആ ഒരു ഘട്ടത്തിലൊക്കെ മുന്നിലായിരുന്നു ഫ്രാൻസ്. ബ്രസീൽ പിന്നെ ഒരു ഗോളൊക്കെ മടക്കിയടിച്ചു. തീർച്ചയായിട്ടും നെയ്മറെ ബ്രസീലിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ ആരാധകർ മിസ് ചെയ്യുന്നുണ്ട്. ബ്രസീൽ ടീം ബോസ്റ്റണിൽ ഈ മത്സരത്തിനായിട്ട് എത്തുന്ന ഘട്ടത്തിൽ നെയ്മറെ ചോദിച്ച് ആരാധകർ വേർ ഈസ് നെയ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചാൻറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. ചുരുക്കത്തിൽ മഞ്ഞക്കുപ്പായത്തിൽ അവൻ്റെ മാന്ത്രിക നീക്കങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്ന അനവധി പേരുണ്ട്. അവരുടെ മനസ്സ് കുളിർപ്പിച്ചുകൊണ്ട് വേൾഡ് കപ്പിന് നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ചോദ്യം. ഇപ്പം ഈ കളി നെയ്മറില്ലാത്തതുകൊണ്ട് തോറ്റുപോയതാണ്, 100% ഫിറ്റായ ടീമിന് എന്ത് പറ്റി എന്നൊക്കെ കളിയാക്കാൻ കുറേ ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ കാണാം. ഇത് നെയ്മർ ഉണ്ടെങ്കിലും ജയിക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. നെയ്മർ ഉണ്ടെങ്കിൽ 90 മിനിറ്റ് കളിക്കുമോ? കളിക്കാൻ കഴിയില്ല. പഴയ നെയ്മർ അല്ല എന്നുള്ളത് നമ്മളൊക്കെ സമ്മതിച്ചേ പറ്റൂ. ഒരു 25-30 മിനിറ്റൊക്കെ അദ്ദേഹത്തെ കളിപ്പിക്കാമായിരുന്നു, അത് ശരിയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ക്രൊയേഷ്യക്കെതിരെ അവസാനം വന്നിട്ട് ഗോളൊക്കെ അടിച്ചു. അതുപോലെ മാന്ത്രിക നീക്കങ്ങളിലൂടെയൊക്കെ ഗോളടിക്കാനൊക്കെ നെയ്മർക്ക് കഴിഞ്ഞേനെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ കളി തോറ്റത് നെയ്മർ ഇല്ലാത്തത് കൊണ്ടും ബ്രസീൽ ടീം മോശമായതുകൊണ്ടും ഒന്നുമല്ല. കളിയിൽ ബ്രസീൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കഴിയുമായിരുന്നുള്ളൂ. ഈ ഫ്രാൻസിനെതിരെ ഇത്തരത്തിലുള്ള ടാക്ടീസും കൊണ്ടൊക്കെ തന്നെയാണ് ഇറങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. പിന്നെ ഇതൊരു ഫ്രണ്ട്ലി മത്സരമാണ്. കാര്യങ്ങൾ തോറ്റെങ്കിലും ആത്മവിശ്വാസം ബ്രസീലിന് വർദ്ധിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ബ്രസീൽ ടീമിൻ്റെ കളിക്ക് ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് അത് സുവ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ നെയ്മറെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിന് അദ്ദേഹം ഉണ്ടാവും എന്നുള്ള സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നെയ്മർക്ക് തന്നെ ആശങ്കയുണ്ട് പരിക്ക് പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയിൽ 3 മത്സരങ്ങൾ വരുന്ന കളികൾ കളിക്കണ്ടെന്നാണ് അപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് വേൾഡ് കപ്പ് വരെയുള്ള സമയത്തൊക്കെ ആഴ്ചയിൽ 2 കളികൾ, അതിനപ്പുറത്തേക്ക് കളിക്കണ്ട. പിന്നെ വിലാ ബെൽമിറോയിൽ നടക്കുന്ന കളികൾക്ക് പ്രാധാന്യം കൊടുത്ത് ട്രാവലിംഗ് ഒഴിവാക്കുക, പരിക്ക് പറ്റുന്ന കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വേൾഡ് കപ്പിന് പോയ ആഴ്ചയിൽ 3 കളി കളിക്കേണ്ടി വരും. ഒരു മാസത്തിൻ്റെ ഇടയിൽ വേൾഡ് കപ്പ് നേടണമെങ്കിൽ ഒരു മാസത്തിനിടയിൽ 8 കളി ജയിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്. ആരാധകർ നെയ്മർക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി നന്നായിരിക്കും. നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലേ ഇല്ല എന്ന തരത്തിൽ, അല്ലെങ്കിൽ നെയ്മർ ഇല്ലാത്ത ബ്രസീൽ പൊട്ടി തകരണം എന്നൊക്കെ പറയുന്നത് ബ്രസീൽ ഫാൻസ് അല്ല, അത് ഒരേ താരത്തിൻ്റെ മാത്രം ഫാൻസാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ നെയ്മർ ബ്രസീലിയൻ ആരാധകരുടെ അഭിമാനമാണ്. അത് ഒരു താരത്തിൻ്റെ ആരാധകരുടെ കാര്യത്തിൽ പറഞ്ഞു, ബ്രസീൽ ടീമിൻ്റെ ആരാധകരുടെ കാര്യം പറയുന്നത് അവർക്ക് നെയ്മർ തിരികെ വരണമെന്നുണ്ട്. അത് സാധിക്കട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.